ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മോളെ കോളേജിക്ക് ഓണ പരിപാടി ഉണ്ടായിരുന്നു. മഞ്ചേരി യൂണിറ്റിലാണ് മോള്. അപ്പം അവൾക്കവിടെ ഒരു ഓണസദ്യയിലേക്കുള്ള കൂട്ടാനും ഓരോ ഫ്രണ്ട്സുകൾ ഓരോന്നുണ്ടാക്കി കൊണ്ടുവരികയാണ്. അപ്പം മോള് കൊണ്ടുപോകുന്നത് ഈ കൂട്ടാനാണ് കേട്ടോ. അപ്പം അതിലേക്ക് ചേന 1 കിലോ ഉണ്ട്, നേന്ത്രക്കാഴ 4 ഉണ്ട്. ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തതാട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണം കുമ്പളങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ അതും ഇട്ട് കൊടുത്തേക്കണം. അത് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് വേവിക്കാൻ വെക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളകും പൊടി കൂടെ ഇട്ടുകൊണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ പുട്ടിക്ക് ഉപയോഗിക്കുന്ന കടലില്ലേ, ആ കടല ഞാൻ വേവിക്കാൻ എടുത്തേക്കണം. ആ കടല ഞാൻ 1.5 കപ്പ് കടല എടുത്തേക്കണം കേട്ടോ. അത് ഇതാ വെന്ത് വന്നിക്കണം, നല്ലോണം വെന്ത് വന്നിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചേനയും നേന്ത്രക്കായും കുമ്പളങ്ങയൊക്കെ വേവിക്കാനും വെച്ചിരിക്കണതൊന്നും പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കാതാണ് വേവിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ വേവിക്കാൻ വെച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. കഷ്ണങ്ങൾ വെന്തിട്ടില്ല, വേവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ നേന്ത്രക്കായും ചേനയൊക്കെ അല്ലേ. അപ്പോൾ അത് വേറൊരു ഫ്രൈ പാനിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ടുകൊടുത്തു. ആ ഉഴുന്ന് പരിപ്പ് ഒന്നിങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ 1 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. എന്നിട്ട് 3 കൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്യുക. ഒന്ന് ബ്രൗൺ കളറായി വരണം. ഉഴുന്ന് ജീരകമൊക്കെ ഒന്ന് പൊട്ടണം, കടുകൊക്കെ ഇട്ടാൽ. അതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തേങ്ങയാണ് ഇപ്പോൾ ഞാൻ വറുത്തെടുക്കണത് കേട്ടോ. ഒരു തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് തീ കുറച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കൂട്ടാനൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഏകദേശമൊക്കെ വെന്തിക്കണ ചേനയും പച്ചക്കായൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ വറുത്തും കൊണ്ട് തന്നെ ഇരിക്കണം. തീ കുറച്ചിട്ട് വേണം കേട്ടോ, എല്ലായിടത്തും ഒരേപോലെ ആവണം. അപ്പോൾ ഇങ്ങനെ ഈ കളറെല്ലാം ഒരു നല്ലൊരു ബ്രൗൺ കളറായാലും അതിന് പകുതി തേങ്ങ മാറ്റിയെടുക്കണം കേട്ടോ. ബാക്കി ഒന്നും കൂടെ നല്ല ബ്രൗൺ കളറാക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കോരിയെടുത്ത തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം കേട്ടോ, പേസ്റ്റ് രൂപത്തിൽ. മറ്റേത് നമുക്ക് നല്ലോണം ബ്രൗൺ കളറായി വന്നു. അത് തീ ഓഫാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ആ ചൂടിൽ കിടന്നുകൊണ്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്യാണ് ആ തേങ്ങ ബ്രൗൺ കളറ്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആ കടല വേവിച്ചില്ല, അതും അതിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കടല വേവിച്ച വെള്ളം കൂടി, അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുള്ളൂ. ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇങ്ങനെ കൂട്ടാനുണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ശർക്കര ഇങ്ങനെ ഒന്ന് ചിരണ്ടെടുത്തതും 2 ടീസ്പൂണ് വലിയ ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരെളം മധുരം വേണമല്ലേ കൂട്ടാനൊക്കെ. ശർക്കര ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് മധുരം കമ്മിയാണെന്ന് തോന്നിയപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. കോളേജിലെത്തിയപ്പോൾ ഈ കൂട്ടാനൊന്നും തികഞ്ഞില്ല എന്ന് പറഞ്ഞ് അത്രയും ടേസ്റ്റ് ചെയ്യുന്നതല്ല ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. പിന്നെ മോളും പറഞ്ഞ്, പിന്നെ എല്ലാ മക്കളും കൊണ്ടുവന്നിരുന്നു പായസമായിട്ടും അവിയലായിട്ടും സാമ്പാറായിട്ടും രസമായിട്ടും ഒക്കെ. അപ്പം നമ്മൾ അരച്ചെടുത്തത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൽ കുറഞ്ഞൊരു വെള്ളം ഉണ്ട് കേട്ടോ. എന്താ പറയുക, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ കൂടെ കൂട്ടിക്കുമ്പോൾ കുറച്ചൊരു ചൂട് ഇങ്ങോട്ട് ആറുമ്പോൾ കാണുന്നത് ഭയങ്കര ടൈറ്റായിട്ടിരിക്കും. അപ്പം ഞാൻ കുറഞ്ഞൊരു വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ നല്ല വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ ബ്രൗൺ കളർ, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യും. നമ്മൾ തേങ്ങേൻ്റെ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറണ വരെ ഒന്ന് കുറച്ച് നേരം ഒന്നുകൊണ്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ച തേങ്ങയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇത്. ഇനി നമ്മളിത് കുറച്ചൊരു വെള്ളത്തോടുണ്ട് ഓഫാക്കി കഴിഞ്ഞാലും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ കാരണം ഇതിൻ്റെ ടൈറ്റായി വരും കേട്ടോ. അപ്പോൾ ഇതേ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി മോൾക്ക് കോളേജിലേക്കുള്ളതാക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ 3/4 ഭാഗം കോളേജിലേക്ക് തന്നെ കൊടുത്തയച്ചത്. കാരണം ഒരുപാട് മക്കൾക്ക് വേണ്ട, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. ചില കുട്ടികൾ ചോറാണ് കൊടുക്കുന്നത്, ചിലർ ഞാൻ പറഞ്ഞതിൽ സാമ്പാറും അവിയലും എല്ലാതും ഉണ്ട്, പായസമൊക്കെ. അങ്ങനെ ഓരോരുത്തരും ഓരോ കൂട്ടാനുണ്ടാക്കി കൊണ്ടുപോയിരുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുത്ത കൂട്ടാനാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ കൂടുതലുണ്ടായിട്ട് പൊതിയാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് പിന്നെ ന്യൂസ് പേപ്പറിലാക്കി. ഇത് കൊടുത്തയച്ചത് ഞാൻ 2 ദിവസം മുമ്പാണ് കേട്ടോ.